ചേപ്പറമ്പിൽ നിന്നും യാത്ര ചെയ്യുന്നവർ യാത്രാ ആവശ്യത്തിനായി ചെങ്കൽ ലോറികളും ക്രഷർ വാഹനങ്ങളും ഉപയോഗിക്കരുത് എന്ന് ചെങ്കൽ ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സത്യജിത്ത് പറഞ്ഞു. ചേപ്പറമ്പിൽ നിന്ന് ശ്രീകണ്ഠപുരത്തേക്ക് പോകുന്ന ഒരു ചെങ്കൽ ലോറി അപകടത്തിൽപ്പെട്ടത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചെങ്കൽ ലോറിയിൽ നിരപരാധിയായ ഒരാൾക്കാണ് ഗുരുതരമായ പരിക്ക് പറ്റി ഇന്ന് AKG ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ളത്. അദ്ദേഹം ഈ ചെങ്കൽ ലോറിക്ക് കൈകാണിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറ്. നമ്മുടെ നാടിൻ്റെ യാത്രാ പ്രശ്നങ്ങൾ നമുക്കൊക്കെ അറിയുന്നതാണ്. പക്ഷേ ഈയൊരു ചെങ്കല്ല് അല്ലെങ്കിൽ കരികല്ല് കയറ്റിപ്പോകുന്ന ടിപ്പർ ലോറികളിൽ കൈകാണിച്ച് യാത്ര ചെയ്യുന്ന പ്രവണത എല്ലാവരും ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള ലോറികൾ നമ്മുടെ നാട്ടിൽ നിന്നും ശ്രീകണ്ഠപുരം ഭാഗത്തേക്ക് വലിയ ഇറക്കിറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. മുൻകാലങ്ങളിലൊക്കെ കൈകാണിച്ച് കയറുന്ന യാത്രക്കാരെ എല്ലാ ലോറികളും കയറ്റിയിരുന്നു. പക്ഷേ ചെങ്കൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാർ എന്നുള്ള രീതിയിൽ പലതവണ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് യാത്രക്കാരെ കയറ്റാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ പലപ്പോഴും യാത്രാ പ്രശ്നം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ പലപ്പോഴും ചെങ്കൽ ലോറികൾക്കാകട്ടെ കരിങ്കൽ ലോറികൾക്കാകട്ടെ കിട്ടുന്ന ലോറികൾക്ക് കൈകാണിച്ച് എങ്ങനെയെങ്കിലും ശ്രീകണ്ഠപുരത്ത് എത്തുക എന്നുള്ളൊരു മനോഭാവമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു മനോഭാവം ആ ഒരു പ്രവണത മാറ്റിയെടുക്കേണ്ടതാണ്. ഇതുപോലുള്ള ലോറികളിലാകട്ടെ മറ്റു വാഹനങ്ങളിലാകട്ടെ കൈകാണിച്ച് കയറി കഴിഞ്ഞാൽ അതിനുള്ള ഭവിഷ്യത്തുകൾ അദ്ദേഹത്തിന് ഇൻഷുറൻസ് പോലും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു യാത്രാ വാഹനമല്ല. ഇവിടെ നിന്നും പോകുന്ന ഒരു ലോഡ് കയറ്റി പോകുന്ന വാഹനത്തിൽ കയറിയിട്ട് ശ്രീകണ്ഠപുരം ആവട്ടെ എവിടെ എത്തിയാലും അതിന് ശാശ്വതമായിട്ട് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഇല്ലാത്തതാണ്. അതുകൊണ്ട് നിലവിലൊരാളും നമ്മുടെ വീട്ടിലെ കുട്ടികളാകട്ടെ ബസ് ടൈം ആയാൽ പോലും കുട്ടികൾ പലപ്പോഴും ലോറികൾക്ക് കൈകാണിച്ച് പോകുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാരും പ്രയത്നിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ കുട്ടികളോടാവട്ടെ നാട്ടുകാരോടാവട്ടെ എല്ലാവരോടും പറഞ്ഞ് ഒരാൾ പോലും ലോറികൾക്ക് കൈകാണിച്ച് പോകുന്ന പ്രവണത ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് ബസ് ടൈം ആയാൽ പോലും ബസ്സിന് കൊടുക്കുന്ന പൈസ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടാവട്ടെ പലപ്പോഴും ഓടത്തുപാലം ജംഗ്ഷനിൽ വന്ന് ലോറികൾക്ക് കൈകാണിച്ച് തിരിച്ച് ലോറികളിൽ നാട്ടിലേക്ക് വരുന്ന പ്രവണതയുണ്ട്. അതുകൂടി നമ്മൾക്ക് ഒഴിവാക്കേണ്ടതാണ് എന്ന് മാത്രം ചെങ്കൽ ഓണേഴ്സ് അസോസിയേഷന് വേണ്ടി പറയുകയാണ്. കഴിഞ്ഞ ദിവസം ചേപ്പറമ്പിൽ നിന്നും പാലക്കാട്ടേക്ക് ചെങ്കല്ലുമായി പോകുകയായിരുന്ന ഭാരത് ബെൻസ് ലോറി അങ്ങാടിക്കുന്ന് വിളവിൽ തലകീഴായി മറിഞ്ഞിരുന്നു. ആ വാഹനത്തിൽ ചേപ്പറമ്പിൽ നിന്നും ശ്രീകണ്ഠപുരത്തേക്ക് യാത്രക്കാരനായി കൈനീട്ടി ലോറിയിൽ കയറിയ ലോട്ടറി തൊഴിലാളിയും അപകടത്തിൽ പെട്ടിരുന്നു. ഇയാൾ വാരിയലിനേറ്റ പരിക്കുകൾ മൂലം കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കുകയില്ല. ചേപ്പറമ്പ് മേഖലയിൽ നിന്നും ശ്രീകണ്ഠപുരത്തേക്ക് യാത്ര ചെയ്യാൻ പൊതുഗതാഗതം പരിമിതമായ സാഹചര്യത്തിൽ ചെങ്കൽ ക്രഷർ മേഖലയായ ഇവിടത്തുകൂടി കടന്നുപോകുന്ന ചരക്ക് വാഹനങ്ങളെ ആശ്രയിക്കുന്നത് പതിവാണ്. സ്കൂൾ വിദ്യാർത്ഥികളും ഇത്തരം ചരക്ക് വാഹനങ്ങളെയാണ് ശ്രീകണ്ഠപുരത്ത് നിന്നും ചേപ്പറമ്പിലേക്കും യാത്രയ്ക്കായി ആശ്രയിച്ചു പോരുന്നത്. ബസ് സർവീസ് പരിമിതമായ എണ്ണം മാത്രമേ ഈ റൂട്ടിൽ ഉള്ളൂ. മുൻപ് KSRTCയും സർവീസ് നടത്തിയിരുന്നു. എങ്കിലും ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. ചേപ്പറമ്പിൽ നിന്നുള്ള യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നും ചരക്ക് വാഹനങ്ങൾ യാത്രാ ആവശ്യത്തിനായി തിരഞ്ഞെടുക്കരുതെന്നും ചേപ്പറമ്പിലെ പൊതുപ്രവർത്തകരും ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ചേപ്പറമ്പ് അങ്ങാടിക്കുന്ന് വളവിൽ ഒരു ചെങ്കൽ ലോറി അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡ്രൈവറും അതുപോലെ തന്നെ നമ്മളുടെ അടുത്തുള്ള ഒരു ലോട്ടറി വിൽപ്പനക്കാരനുമാണ് അതിൻ്റെ അകത്ത് അപകടത്തിൽപ്പെട്ടുള്ളത്. ഡ്രൈവർ ആ വാഹനം എടുത്തിട്ട് പെരുമ്പാവൂരേക്ക് കല്ലും കൊണ്ടുപോകുന്ന ഒരു ആളാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കയറിയ ഈ എള്ളെരിഞ്ഞുള്ള ലോട്ടറി വിൽപ്പനക്കാരൻ ഒരു യാത്രക്കാരനാണ്. അപ്പോൾ അയാൾക്ക് അപകടം സംഭവിച്ചത് വെച്ചാൽ യാതൊരു വിധത്തിൽ ഇൻഷുറൻസോ അതുപോലെ തന്നെ മറ്റുള്ള ചികിത്സാ സഹായങ്ങളോ കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടുകാർ പണ്ട് മുതലേ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ചെങ്കല്ല് കരിങ്കൽ ലോറികൾക്ക് കൈനീട്ടി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കയറുന്നൊരവസ്ഥ ഉണ്ട്. പൊതുവേ നമ്മുടെ നാട്ടിൽ യാത്രാ സൗകര്യം കുറവാണ് എങ്കിലും ഇത്തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വ്യാപകമായ ഒരു പ്രശ്നത്തിലേക്കാണ് അത് വന്നുപെടുന്നത്. കാരണം വെച്ചാൽ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാഹനങ്ങളിൽ ചെങ്കല്ല് കരിങ്കല്ല് തുടങ്ങിയ ലോറികളിൽ യാത്രക്കാരും അതുപോലെ തന്നെ കുട്ടികൾ ഉൾപ്പെടെ കയറുന്നത് പരമാവധി ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. വലിയ തോതിലുള്ള യാത്രാ ബുദ്ധിമുട്ടാണ് ചേപ്പറമ്പുകാർ അനുഭവിച്ചു പോരുന്നത്. എന്നാൽ ഓട്ടോറിക്ഷകളെയും ടാക്സികളെയും ബസ്സും മാത്രമേ യാത്രാ ആവശ്യത്തിനായി തിരഞ്ഞെടുക്കാവൂ എന്നതാണ്. ഏറെ അപകടകരമായ വളവും ഇറക്കവും കയറ്റവും ഉള്ള ഈ റൂട്ടിലെ
അപകടവും നിയമക്കുരുക്കളും ഇപ്പോൾ തെളിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേപ്പറമ്പ് മേഖലയിലുണ്ടായ അപകടം നിങ്ങളെല്ലാവരെയും ശ്രദ്ധയിലുണ്ടാവുമെന്ന് കരുതുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖല എന്ന് പറയുന്നത് ചെങ്കൽ കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ മേഖലയാണ്. സ്വാഭാവികമായും വലിയ ലോറികളും അതോടൊപ്പം തന്നെ കല്ല് കയറ്റി പോകുന്ന വാഹനങ്ങളൊക്കെയാണ് നമ്മുടെ റോഡിൽ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം വാഹനങ്ങളിലേക്ക് കൈനീട്ടി അവർ ആ വാഹനങ്ങളിൽ യാത്രക്കാരാവുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ എന്ന രീതിയിൽ നമുക്കൊക്കെ പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിലുണ്ടായ ഒരു യാത്രക്കാരൻ, അദ്ദേഹത്തിന് വാരിയെല്ല് പൊട്ടി സാരമായ പരിക്കുകളോടെ ആസ്പത്രിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഇൻഷുറൻസോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് പരമാവധി ഇത്തരം വാഹനങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളായാലും വളരെ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുക അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്തുക എന്നൊരു രീതി, ആ രീതി ഉണ്ടാവുമ്പോൾ വാഹനങ്ങൾ ഏതെന്ന് നോക്കാതെ അതിൽ കൈനീട്ടുകയും വലിയ ട്രക്കുകളിലും വലിയ ലോറികളിലും ഒക്കെ കയറിപ്പോകുന്നത് അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് ആവശ്യമായ എന്തെങ്കിലും ഒരു പരിരക്ഷ നിയമപരമായോ അല്ലാതെയോ ലഭ്യമാകില്ല എന്നൊരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ പരമാവധി പൊതുവാഹനങ്ങളെ ആശ്രയിക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ കടന്നു പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ നമ്മുടെ അധികൃതരോട് പറയാനുള്ളത്, ഒരു പൊതുഗതാഗത സംവിധാനം നമുക്ക് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട്. KSRTC പോലുള്ള വാഹനങ്ങളുടെ അപര്യാപ്തത നമ്മുടെ മേഖലയിലുണ്ട്. സ്വാഭാവികമായും നമ്മുടെ മേഖലയുടെ ജനവാസ കേന്ദ്രത്തിനനുസരിച്ചുള്ള ഒരു പൊതുഗതാഗത സംവിധാനം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ അത്തരം പൊതുഗതാഗത സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ അടിയന്തരമായി അധികൃതർ കാണിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്.